ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്കൊരു ഫിഷ് ബിരിയാണി ഉണ്ടാക്കിയാലോ? എനിക്ക് പനിയായിരുന്ന കാരണം ഇന്ന് ഫുൾ കുക്കിംഗ് ഏറ്റെടുത്തേക്കുന്ന നവലേട്ടനാണ്. നാട്ടിൽ നിന്ന് ഫ്രീസ് ചെയ്തുകൊണ്ടുവന്ന വരാലാണ്. ഇത് വെച്ചാണ് നമ്മൾ ഇന്ന് ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്നത്. മഞ്ഞപ്പൊടി, മുളകുപൊടി, ഫിഷ് മസാല, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് 1 ടേബിൾ സ്പൂൺ നാരങ്ങാനീരും ഒഴിച്ച് മിക്സ് ചെയ്ത് നമുക്ക് വറക്കാനുള്ള മസാല റെഡിയാക്കാം. മസാല നന്നായിട്ട് മീനിൽ പിടിക്കാൻ വേണ്ടി ഓരോരോ പീസ് വെച്ചിട്ടാണ് കേട്ടോ മസാല പുരട്ടുന്നത്. നേരത്തെ വലിയ കുക്കിംഗ് ഒന്നും അറിയത്തില്ലായിരുന്നെങ്കിൽ ഇപ്പം നല്ല പ്രോ ആയിരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ എന്നെക്കാട്ടിൽ നന്നായിട്ട് നോൺ വെജ് നവലേട്ടൻ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ മീൻ മസാല പുരട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിരുന്ന അരിയായിരുന്നു. അതിന് നമുക്ക് അടുപ്പത്തേക്ക് വെക്കാം. ആദ്യം കുറച്ച് നാരങ്ങാനീര് ഒഴിച്ചിട്ടുണ്ട്. അതിന് ശേഷമാണ് അരി നമ്മൾ പാനിലേക്ക് ഇട്ടത്. എന്നിട്ട് കുറച്ച് എണ്ണയല്ല ഓയിലാണ് കേട്ടോ. ഓയിൽ ഒഴിച്ച് അരി മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് ആവശ്യത്തിന് ഉപ്പും ചേർക്കുക. വെള്ളം ഞങ്ങൾ കെറ്റിനകത്ത് ചൂടാക്കിയാണ് ഒഴിച്ചത്. അതുകൊണ്ട് ഇത് പെട്ടെന്ന് തിള വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഫ്ലേവറിന് വേണ്ടിയിട്ട് നമ്മൾ പട്ട, ഗ്രാമ്പൂ, കുരുമുളക്, പിന്നെ സ്റ്റാർ പോലൊരു സംഭവമുണ്ട്, അതിൻ്റെ പേര് എനിക്കറിയത്തില്ല, അതൊക്കെ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ച് റൈസ് ഹാഫ് കുക്കാകുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നെക്സ്റ്റ് മീൻ വറക്കാൻ നമ്മൾ പാൻ ചൂടാക്കി അതിലേക്ക് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ചെറിയ പാനായത് കാരണം നമുക്ക് നല്ല ടാസ്ക് ആയിരുന്നു കേട്ടോ മീൻ വറക്കാനായിട്ട്. ഓരോരോ പീസ് വെച്ച് ഇടുമ്പോഴും നല്ലതായിട്ട് കൈ ഇടയ്ക്കിടയ്ക്ക് പൊള്ളുന്നുണ്ടായിരുന്നു. പിന്നെ പറ്റുന്ന രീതിയിൽ ചെറിയ ചെറിയ പീസ് ഇട്ട് ഞങ്ങൾ പെട്ടെന്ന് വറക്കാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. മീൻ ഞങ്ങൾ നല്ല രീതിയിൽ മൊരിയിച്ചെടുത്തിട്ടില്ല കേട്ടോ. 2 സൈഡിലും ഹാഫ് കുക്ക് ചെയ്തെടുത്തതേ ഉള്ളൂ. കാരണം നാട്ടിലെ വരാലായതുകൊണ്ട് ഒത്തിരി ഫ്രൈ ചെയ്താൽ പൊടിഞ്ഞു പോകാൻ ചാൻസ് കൂടുതലാണ്. 4 സവാള അരിഞ്ഞത്, 1 മീഡിയം ഇഞ്ച് നീളത്തിൽ അരിഞ്ഞത്, 4 അല്ലി വെളുത്തുള്ളി, 5 പച്ചമുളക് അരിഞ്ഞ് ഇത്രയും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. റൈസിന് വേണ്ടിയിട്ടുള്ള കശുവണ്ടിയും കിസ്മിസും നമ്മൾ നെയ്യിൽ വറുത്ത് കോരി എടുത്തിട്ടുണ്ട്. ആ നെയ്യിൽ തന്നെ സവാള കൂടി വറുത്ത് കോരി എടുക്കുകയാണ്. സവാള വറുത്ത് കോരിയ പാലിൽ തന്നെ നമ്മളിനി കറി വെക്കാൻ പോവുകയാണ്. ആ നെയ്യിലേക്ക് തന്നെ പെരിഞ്ജീരകം, കടുക്, കുരുമുളക്, 2 ഏലക്ക ഇട്ട് പൊട്ടിച്ചെടുക്കുകയാണ്. ശേഷം അരിഞ്ഞു വെച്ച വെളുത്തുള്ളി, ഇഞ്ചി ചേർത്ത് മൂപ്പിച്ചെടുക്കുക. 2 തണ്ട് കറിവേപ്പില കൂടി ഇട്ട് മിക്സ് ചെയ്യുക. പച്ചമുളകും സവാളയും കൂടെ ചേർത്ത് നല്ല രീതിയിൽ വഴറ്റിയെടുക്കുക. ഞാൻ കാണാതെ അതിനകത്ത് മസാല ഇട്ടു ഗൈസ്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ കശ്മീരി ചില്ലി, 1 ടേബിൾ സ്പൂൺ ഫിഷ് മസാല, 1/4 ടീസ്പൂൺ ഗരം മസാല, ഇത്രയും ചേർത്ത് മിക്സ് ചെയ്തതാണ് കേട്ടോ ഇത്. മസാല നന്നായിട്ട് മൂത്തതിന് ശേഷം അതിലേക്ക് തേങ്ങാപ്പാൽ മിക്സ് ചെയ്തിട്ടുണ്ട്. ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള ചൂടുവെള്ളം കൂടെ ഒഴിച്ച് നമ്മൾ തിളയ്ക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ഗ്രേവി നന്നായിട്ട് തിളച്ചതിന് ശേഷം വറുത്ത് വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. മീൻ ഫുള്ള് ഇട്ട് കൊടുത്തതിന് ശേഷം തവി കൊണ്ടല്ലാതെ പാത്രം ഇങ്ങനെ ഒന്ന് കറക്കി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. കറി നന്നായി തിളച്ചതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് ഉണ്ടോയെന്ന് നോക്കി കുറച്ച് മല്ലിച്ചപ്പും കൂടെ ഇങ്ങനെ വിതറി അടച്ച് വെച്ച് ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡി. ഇനി നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പായ ദം ചെയ്യാൻ പോവാണ് ഗൈസ്. അതിനായിട്ട് നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഫിഷ് ഗ്രേവി ആദ്യം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പുറത്തേക്ക് റൈസ് ഫില്ല് ചെയ്ത് മല്ലിയിലയും കൂടെ ഇട്ട് കശുവണ്ടി, കിസ്മിസ്, വറുത്ത് വെച്ച സവാളയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ബിരിയാണി എല്ലാവരുടെ വീട്ടിലും ഉണ്ടാക്കുമെങ്കിലും ഫിഷ് ബിരിയാണി എല്ലായിടത്തും റെയർ ആയിട്ടായിരിക്കും ഉണ്ടാക്കുന്നതല്ലേ. ഞാനും അങ്ങനെ കൂടുതലായിട്ടൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ. പ്രത്യേകിച്ചും ഈ വരാൽ കൊണ്ടിട്ടുള്ള ഫിഷ് ബിരിയാണി. സാധാരണ എല്ലാവരും നെയ്മീന്, അതുപോലെ ചൂര, അതൊക്കെ കൊണ്ടായിരിക്കും ഫിഷ് ബിരിയാണി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് നവലേട്ടൻ്റെ ഫിഷ് ബിരിയാണി കഴിക്കാൻ പോകുന്നത്. എന്തായാലും കണ്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ലെയർ ബൈ ലെയർ ആയിട്ട് നമ്മളിത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് അറ്റകുറ്റപ്പണികൾ നടക്കുകയാണ് ഗായ്സ്. അങ്ങനെ അവസാന കലാപരിപാടിയും കഴിഞ്ഞത് ഇങ്ങനെയാണ് ഇപ്പോഴത്തെ അവസ്ഥ. ലാസ്റ്റ് കുറച്ച് നെയ്യും കൂടെ അഴിച്ചപ്പോൾ നല്ല സ്മെല്ല് വരുന്നുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും സംഭവം കളറായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.